ആംബുലൻസിന് പോലും പോകാൻ പറ്റുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ നമ്മൾ കാണുന്നത് ഏതാ സ്ഥലം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് എടപ്പള്ളി കേട്ടോ. എടപ്പള്ളി ടൗൺ ആണ് നിങ്ങൾ കാണുന്നത്. മൊത്തം വെള്ളക്കെട്ടാണ് ഇവിടെ. വണ്ടി ഓഫായി പോയിട്ടോ. പലരുടെ വണ്ടിയൊക്കെ ഓഫായി പോയി. അത്രത്തോളം വെള്ളം ഉണ്ട് ഇവിടെ. എന്ത് പറ്റി? നല്ലൊരു വണ്ടി ഓഫായി പോയി. എടോ വണ്ടി ഓഫ് ചെയ്താലേ ഓഫായി പോയോ? ആ നിൽക്കട്ടോ. ആക്സിഡന്റ് കുറയ്ക്കത് വെള്ളം കയറി പിന്നെ ഓണാവില്ല. ഒരു കാര്യം ചെയ്യുമോ? വണ്ടിയുടെ സ്റ്റാൻഡ് കെട്ടി പതുക്കെ അവിടെ സ്റ്റാൻഡ് കെട്ടി ഞാൻ അങ്ങോട്ട് എടുത്തുതരാം. ഈ ഞാനൊരു കാര്യം ചെയ്യാം. ഈ സൈഡിൽ കൂടെ നടന്നങ്ങോ. ഓക്കെ, ഈ ഫോണും പിടിച്ചിട്ട് പോരട്ടോ. ഞാൻ ചാനലിൽ നിന്നാണ്. നിങ്ങൾ കുറച്ചുകൂടി വിഷ്വലി ഞാൻ കാണിച്ചു തരാം. കണ്ടാൽ നമുക്കൊരു പുഴയായിട്ട് തോന്നും. നോക്കോട്ടോ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നു. നോക്ക് ബൈക്കാരെങ്ങനെ പോകും. കണ്ടോ അവിടെ എല്ലാം ബ്ലോക്കാട്ടോ. ഇതാണ് അവസ്ഥ, നിലവിലെ അവസ്ഥ ഉണ്ട്. ഇത്ര വെള്ളമുണ്ട് അവിടെ. കാരണം അവിടെ എല്ലാം കുഴികളാണ്. നിങ്ങൾ എറണാകുളത്തോട്ട് വരുന്ന വണ്ടിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. അതായത് ഈ ഹൈവേ ദേശീയപാത പണിയുന്നതിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും മണ്ണെടുത്ത് അതിന്റെ കുഴികളെല്ലാം ഉണ്ട്. ആ കുഴികളെല്ലാം ഉള്ളത് കൊണ്ട് നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ പോകണം. കാരണം ഇത് എവിടെയാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് മാക്സിമം ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരെ. കാരണം ഓരോ ബൈക്കാരും തന്നെ ഉണ്ടോ ഇത്രത്തോളം വെള്ളമുണ്ട്. നമ്മളിപ്പോൾ ഇത് എടുത്ത് പിടിച്ചിട്ട് ഇപ്പോൾ എവിടെ വഴി നിൽക്കുന്നു നമുക്ക് പറയാൻ പറ്റൂല. ഇതാണ് നിലവിൽ. ഇത് നിങ്ങൾ നേരെ കാണുന്ന ലുലുമാള കേട്ടോ. ലുലുമാളിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഓരോ ബൈക്കാരൊക്കെ വീഴുന്ന കാണാം. കണ്ടോ ഇപ്പൊ ഞാൻ നടക്കുന്നത് ഇപ്പൊ എങ്ങനെയാന്ന് എനിക്ക് തന്നെ അറിയില്ലേ. ആ കാണുന്ന ലുലുവിന്റെ എൻട്രി കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ മൊത്തം ഇതാണ് അവസ്ഥ. മുന്നോട്ട് മൊത്തം വെള്ളമാണ്. ഇവിടെ മൊത്തം ഇതാണ്. ഈ സൈഡാണ് ഞാൻ പറഞ്ഞത് കണ്ടോ. ഈ സൈഡെല്ലാം റോഡ് പണിയുടെ ഭാഗമായിട്ട് കുഴികൾ എടുത്തിട്ടേക്കാം. വരുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് നടക്കാൻ പോലും പറ്റില്ല കേട്ടോ. കണ്ടോ, നടക്കാൻ പോലും പറ്റില്ല. അത്രയും ഒഴുക്കാണ് ഇവിടെ. ഞാൻ കുറച്ചുകൂടെ നിങ്ങൾ മുന്നോട്ട് പോയി കാണിച്ചു തരാം. ആ കാണുന്നത് എടപ്പള്ളി സിഗ്നൽ കേട്ടോ. അതായത് ഈ കാണുന്നത് വരാപ്പുഴയ്ക്ക് തൃശ്ശൂർ ഗുരുവായൂർ പോകുന്ന റോഡ്. അവിടെ നിന്ന് അങ്ങോട്ട് ആലുവ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എറണാകുളം. ആ റോഡാണ് കാണുന്നത്. ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഈ വഴി ബൈക്ക് ഓടിച്ച് വരാൻ പറ്റൂല. കുട്ടികളും ഭാര്യമാരൊക്കെ വെച്ചിട്ട് വരുന്നവരെ അവരെ ഇറക്കി ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നടത്തി വിടുക. നിങ്ങൾ മാക്സിമം സ്ട്രേറ്റ് റോഡിൽ കൂടെ തന്നെ സഞ്ചരിക്കുക. ഇതെല്ലാം വീട് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും ഇല്ല ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവാന്നുള്ളതാണ്. എന്നിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ലേ? എല്ലാ വഴിയിലും ഉള്ള ഇതിപ്പോ എന്ത് പറ്റിയാ ചേട്ടന്? എന്ത് പറ്റിയാ? ആക്സിഡന്റ് കൊടുത്ത് പോണായിരുന്നു. ഇതിപ്പോ സ്റ്റാർട്ട് ആവില്ലേ? ആണല്ലേ. ഒരു ചേട്ടന്റെ അവസ്ഥ ഉണ്ടോ? കൈ കൊടുത്ത് തന്നെ വെക്കണം. നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകളിൽ വണ്ടി, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ചെറിയ ആക്റ്റീവ പോലത്തുള്ള വണ്ടികളൊക്കെയാണ് നിങ്ങൾ നല്ല രീതിയിൽ കൈ കൊടുത്ത് തന്നെ വെക്കണം. അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ട് വരും. കണ്ടോ ഇതിൻ്റെ അവസ്ഥ ഉണ്ടോ കേട്ടോ. അതായത് ഒരു തരി വെള്ളം പുറത്തോട്ടോ കാനയിലോട്ടോ പോകാൻ പറ്റാത്ത രീതിയിലാട്ടോ ഇവിടെ മൊത്തം വെള്ളം കിടക്കുന്നത്. കണ്ടോ ഒരു തരി വെള്ളം. ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റേ. ഇതിപ്പോൾ ഈ സൈഡിൽ കുഴി എടുത്തിട്ടേക്കാം കേട്ടോ. അതായത് ഈ ഹൈവേയുടെ ദേശീയപാതയുടെ ഭാഗമായിട്ട് കുഴി എടുത്തിട്ടേക്കാം. വണ്ടികളെല്ലാം ബ്ലോക്കാണ്. കഴിവുന്നതും നിങ്ങൾ എറണാകുളത്തോട്ട് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധിക്ക്. നിങ്ങൾ വണ്ടികളൊക്കെ ഒഴിവാക്കി ഏതെങ്കിലും മെട്രോനോ എന്തിനൊക്കെ രാവിലെ ജോലിക്ക് വരിക, കാര്യങ്ങൾ നടത്തുക. അതല്ലാതെ ഈ ബൈക്കൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഒരു ചേച്ചി പോകണമെങ്കിൽ ബൈക്ക് എവിടെയെങ്കിലും ഈ വെള്ളം കയറി ഓഫായി കഴിഞ്ഞാൽ ആരുമില്ല നിങ്ങളെ സഹായിക്കും. ഇതെന്താ കടലാണോ എന്ന് വിചാരിക്കുന്നു.